വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞാനുള്ളത് ഇവിടെ കിച്ചണറിലുള്ള ഗോൾഫ് സ്റ്റീക്ക് ഹൗസിലാണ്. അപ്പം ഇവിടെ സീ ഫുഡും അതുപോലെ സ്റ്റീക്കിനൊക്കെ വളരെ ഫേമസ് ആണ് ഇവിടെ കാനഡയിലത്തേത്. അപ്പം ഇവിടെ ഇതിലുള്ള എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പം ഞാൻ എൻ്റെ ഫാമിലിയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ സുഹൃത്ത് സൂരജും ഉണ്ട്. ഹായ് ബ്രോ. ഹായ്. അപ്പോൾ കുട്ടാപ്പി സൂരജിൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. ആശം തണുത്ത് കുറിച്ചിരിക്കാലോ. ആ ഫുഡ് കഴിക്കാൻ പോയാലോ? ബാക്കി ശേഷം അകത്താണല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇവിടെ വരണമെങ്കിൽ നമുക്ക് ഇവിടെ സീറ്റ് ഓൾറെഡി ബുക്ക് ചെയ്യണം. അപ്പം നമുക്കിവിടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്നാണ് വരാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റിലേക്ക് നമുക്ക് റിസർവ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടേബിൾ ഓൾറെഡി റിസർവ്ഡ് ആയിരുന്നു. ഇവിടെ നമുക്ക് ഫുഡ് ബൊഫേയിലാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് എന്തൊക്കെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി വന്നേക്കാണ്. ഒത്തിരി വെറൈറ്റി ഫുഡുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് കഴിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് വെറുതെ വേസ്റ്റ് ആക്കാൻ വേണ്ടി അങ്ങനെയൊന്നും വരത്തില്ല. ജസ്റ്റ് എല്ലാം നോക്കിയാൽ സാലഡ്സും അതുപോലെ തന്നെ പേസ്ട്രീസ് പല വെറൈറ്റീസ്, അതുപോലെ കേക്ക്സ്, അങ്ങനെ ബിസ്ക്കറ്റ്സ്, കുക്കീസ്, ക്രോസാൻസ് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഡിഷസ് തന്നെ ഉണ്ടെന്ന് നോക്കും. ഇപ്പോൾ നമ്മൾ ഫുഡ് എടുത്ത് തുടങ്ങുകയാണ്. പിന്നെ നമുക്കിവിടെ പാൻ കേക്ക്സ് ഉണ്ട്. പാൻ കേക്കും ഉണ്ട്, ഫ്രഞ്ച് ടോസ്റ്റും ഉണ്ട്. പിന്നെ ലസാഗ്നയുണ്ട്, ഹാഷ് ബ്രൗൺസ്, ബേക്കൺ ആൻഡ് സോസേജസ് എല്ലാം ഉണ്ട്. പിന്നെ സ്ക്രാമ്പിൾഡ് എഗ്സ് ഉണ്ട്, ബെൽജിയൻ വേഫിൾസ്, അതിൻ്റെ സോസ് ഉണ്ട്. How are you? How are you? Good. Of course. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പാൻ കേക്കിലാണ്. അതുപോലെ തന്നെ സ്റ്റീക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടാമ്പിക്ക് അവൻ വിശന്നിരിക്കുകയാണ്. അപ്പോൾ അവന് ഫുഡ് കൊടുക്കുകയാണ്. എല്ലാ ഐറ്റംസും നമ്മളിപ്പോൾ എടുത്തിട്ടില്ല. ഇപ്പം കുറച്ച് ഐറ്റംസ് മാത്രം നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പം ഫസ്റ്റ് നമ്മളിപ്പം പാൻ കേക്കിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളത്. ബ്രാഞ്ച് ആയതുകൊണ്ട് തന്നെ പാൻ കേക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് അയക്കുന്നത്. അതിനുശേഷം റൈസ് ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല ടേസ്റ്റുണ്ട്. കാനഡിയൻ അത്യാവശ്യം നല്ല ടേസ്റ്റ്, നല്ല സ്പൈസിയാണ്. നല്ല അതുപോലെ മസാലകളൊക്കെ നന്നായിട്ട് ഉണ്ട്, നല്ല ജ്യൂസി ആയിട്ടില്ല. നമുക്ക് അടിപൊളിയായിട്ടുണ്ട്. നമുക്കിപ്പോൾ ബേബിക്ക് ഓറഞ്ച് ജ്യൂസ് അറിയാം. പൊളിയാണോ അല്ലേ? Do you like it? Do you like it? Yeah. Yeah. ഫുഡ് എങ്ങനെയുണ്ട്? കഴിച്ചത്രയും അടിപൊളി ഫുഡാണ്. നമ്മൾ ഇവിടെ കിച്ചണറിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെറൈറ്റി ആയിട്ടുണ്ട് ഫുഡുകളൊക്കെ. കൺജസ്റ്റഡ് ആയി, മൊത്തം നിറഞ്ഞിട്ടുണ്ടല്ലേ? ഇപ്പൊ ഫുൾ ആൾക്കാരായി. നമ്മൾ വന്നപ്പോൾ ഇത്ര ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ നിറയെ ആൾക്കാരായി. സാലഡ്സ് എല്ലാം ഉണ്ട്. ഇത് വെജിറ്റബിൾസ് ആണ്, ബീട്രൂട്ടാണ്. പിന്നെ ഇവിടെ പാസ്തയുണ്ട്. എല്ലാം ഒരു ഇംഗ്ലീഷ് ഫുഡാണ് കേട്ടോ. ഇവിടുത്തെ കനേഡിയൻ റെസ്റ്റോറൻ്റാണ് നമ്മൾ വന്നേക്കുന്നത്.
പിന്നെ ഇവിടുത്തെ പീസ് എല്ലാം ഉണ്ട്, പീസ് ലെൻറ്റിൽസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. നമുക്ക് പിന്നെ ഇത് ഇവിടെയാണെങ്കിൽ സോസേജ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ സാലഡ് ഉണ്ട്, പാസ്തയുണ്ട്, വൈറ്റ് സോസ് പാസ്ത, കുറേ ബ്രോക്കലീസ് അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടുള്ള ഒരു വൈറ്റ് സോസ് പാസ്തയാണിത്. മാക്ക് ആൻഡ് ചീസ് പാസ്തയാണ്, മാക്ക് ആൻഡ് ചീസ് ചീസിൻ്റെ ആണല്ലേ, നല്ല വെൽഡായിട്ടാണ് അവർ സെറ്റ് ചെയ്തതല്ലേ. ഇവിടെയാണെങ്കിൽ നമുക്കിപ്പോൾ പല ടൈപ്പിലുള്ള വെജീസും സോസസും എല്ലാം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്ത് ഓരോന്നും നമുക്ക് എടുക്കാവുന്നതാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്, ക്യാരറ്റ്സ്, അതുപോലെ ക്യാബേജസ്, പിന്നെ ഇവിടെ പ്രോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കുക്ക്ഡ് ആയിട്ടുള്ള പ്രോൺസ് തന്നെയാണ്, ബട്ട് വേറെ മസാലാസും സ്പൈസസ് ഒന്നും അവർ ആഡ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. കൊച്ചിന് ഫുഡ് കൊടുക്കാം, അവന് വിശന്നിരിക്കുകയാണ്. സ്റ്റീക്ക് ഉണ്ടല്ലോ ബ്രോ, സ്റ്റീക്ക് എങ്ങനെയുണ്ട്? സ്റ്റീക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? മസാല ഒക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണോ അതോ കാനഡിയൻ ടച്ചാണോ? അപ്പോൾ നേരത്തെ പാൻ കേക്ക് കഴിച്ചപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ അത് ട്രൈ ചെയ്യുകയാണ് വീണ്ടും. കാരണം വളരെയധികം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മേപ്പിൾ സിറപ്പൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ കൊച്ചിനും എടുത്തപ്പോൾ വേണ്ട, അവൻ തുപ്പിക്കളയുന്നുണ്ട്, അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അവൻ യൂഷ്വലി പാൻ കേക്ക് കഴിക്കുന്നതാണ്. ഇപ്പോൾ എന്തോ ചിലപ്പോൾ അവനിപ്പോൾ കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാവാൻ ചില ടേസ്റ്റ് ഉണ്ട്. ബട്ട് എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞങ്ങൾ ആസ്വദിച്ചത് കഴിക്കുകയാണ്. സ്റ്റീക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി, കണ്ടോ, ഇത് അത്ര സ്റ്റീക്കുണ്ട്, പിന്നെ ബീഫ് റിബ്സ്, ഇത് ചിക്കൻ ലെഗ്സ് ആണ്, പിന്നെ ഇവിടെ ഫിഷ് ഉണ്ട്, സാൽമൺ ആണെന്ന് തോന്നുന്നു, ഇതൊരു കട്ട്ലറ്റ് പോലത്തെ സ്റ്റീക്ക് നോക്കിയേ. സ്റ്റീക്ക് ഞാൻ ഒരു വട്ടം ടേസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല, ടേസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ ഇത് സ്പൈസസ് ഒന്നും അങ്ങനെ ആഡ് ആയിട്ടില്ല, പിന്നെ അതുപോലെ തന്നെ ഹാഫ് കുക്ക്ഡ് ആവില്ല. മറ്റേ ഇത് നമ്മുടെ വാരിയിൽ അടിപൊളിയല്ല, പക്ഷെ വാരിയിലല്ല, ഫിഷ് ഇത് അടിപൊളിയാണ്. ഇതൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, കണ്ടോ, നല്ല കുക്കായിട്ട്. സാൽമൺ ആണോ ഫിഷ്? ബ്രോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ മൊത്തം കഴിച്ചതില്? എനിക്ക് സ്റ്റേക്കാണ് ഇഷ്ടപ്പെട്ടത്. സ്റ്റേക്കാണല്ലേ? മീഡിയം റയറാണ്, നല്ല ജ്യൂസി ആയിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ റൈസ് കഴിച്ചിട്ടുണ്ടായില്ല, എന്നാൽ ഇനിയിപ്പോൾ ഫ്രൈഡ് റൈസ് കൂടെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. നമുക്ക് ബോയിൽഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ ഇത് പൊട്ടറ്റോ ആണ്, ജ്യൂസസ് അവിടെ ഉണ്ട്, ജ്യൂസ് റെഡി ആവുന്നുണ്ട്. ഇത് റോസ്റ്റഡ് ചിക്കനാണ്. ചിക്കനാണോ? അത് സ്റ്റീക്കാണ്. ഇത് ബീഫിൻ്റെ റിബ്സ് ആണ്, അത് നമുക്ക് ഇത്രയും കഴിച്ചിട്ട്
ഞങ്ങൾ മെയിൻ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫൈനലി നമ്മൾ പേസ്ട്രീസും അതുപോലെ വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേക്ക്സ് ആപ്പിൾ പൈ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ജ്യൂസ് എങ്ങനെയുണ്ട്? എൻ്റെ പേര് പീന. ഞങ്ങൾ നമ്മുടെ ഈ ഒരു ദിവസത്തെ നമ്മുടെ ഈ ബ്രഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഫുഡൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പം നമ്മളിത് ഈ മേൽഭാഗത്തിരുന്നായിരുന്നു ഫുഡ് കഴിച്ചത്. എന്തായാലും ഇന്നത്തെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. ജാക്കറ്റ് ഇടാതെ തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും ദിവസത്തെ ഒരു ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പം. പക്ഷെ നല്ലൊരു വ്യൂ ആണ്. കണ്ടത് നമുക്കിവിടെ നിൽക്കുമ്പോഴത്തേക്ക് ആ ബ്രിഡ്ജിൽ കൂടെ കാറ് പോകുന്നതും പിന്നെ കണ്ടോ താഴെ കൂടി റിവർ പോകുന്നുണ്ട്, അത് കാണാം. ശരിക്കും നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ. അപ്പോൾ അവിടെ ആ ഒരു വ്യൂവിലിരുന്ന് കഴിക്കുന്നവർക്കൊക്കെ ദാ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ആംബിയൻസ് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കാർ പാർക്കിംഗ് ആണെങ്കിൽ നല്ല വിശാലമായൊരു കാർ പാർക്കിംഗ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.